ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മോരൊഴിച്ച് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അത് ചുരക്കൊണ്ടോ കേട്ടോ ഇന്നത്തെ മോരൊഴിച്ച് കൂട്ടാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു അര കഷ്ണം ചുരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചുരക്കയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് അരിയണം. അപ്പോൾ ഞാൻ തൊലി കളഞ്ഞ് കൊണ്ടുവന്നു. നമുക്ക് അരിയാം. ഇത് മൂത്താണെങ്കിൽ കുരു എടുത്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ഇടാം കേട്ടോ. ചള്ളാണെങ്കിലേ അരക്കുരു കിളുന്താണെങ്കിൽ നമുക്ക് അത് മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ അരിഞ്ഞ് കാണിച്ചുതരാം അതെങ്ങനെയാണ് അരിയേണ്ടത്. വല്ലാണ്ട് വലുതുമല്ല ചെറുതുമല്ല, ഇത്ര 3 കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തു. ഇനി അത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് വേവിക്കാനുള്ള പാത്രത്തേക്ക് ആക്കി അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈര് പുളി അനുസരിച്ച് ചേർക്കണം. ഞാൻ 2 സെർവിങ് സ്പൂൺ തൈരാണ് ചേർത്തത്. ഇതിന് അധികം പുളിയില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തു ആവശ്യത്തിന്. 1 സ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി അത് വേവിക്കാൻ അടുപ്പത്ത് വെച്ചു. മീഡിയത്തിൽ സ്റ്റൗ വെച്ചിട്ട് നമ്മൾ അടച്ച് ഒരു 10-12 മിനിറ്റ് വേവിക്കണം. എന്നാലേ ചുരയ്ക്ക് നന്നായി വേവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അരയ്ക്കാനായിട്ട് 1 കപ്പ്, ഒരു അരമുറി, ചെറിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ചിരകിയതും 4 പച്ചമുളകും 1 സ്പൂൺ ജീരകവും കൂട്ടിയിട്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തു മിക്സിയിലേക്ക്. അതിലേക്ക് 4 പച്ചമുളകും നമ്മൾ ചിരകി വെച്ച നാളികേരവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, നമ്മുടെ വീഡിയോയിൽ വന്നില്ല. ഇപ്പം ഞാനത് അരച്ചെടുത്തു. ഇതാ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചുരയ്ക്ക വെന്തോ നോക്കാം. തുറന്നു നോക്കിയപ്പോൾ നല്ലോണം വെന്തേക്കണു ചുരയ്ക്ക. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ വെന്തു നന്നായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളമൊന്നും അധികം ചേർക്കണ്ട ഇപ്പോൾ, കാരണം ഓൾറെഡി അതിൽ വെള്ളം ഉണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കണം. തൈരിന് പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ആദ്യം പുളിയില്ലാത്ത തൈരാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 സെർവിങ് സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് തിളക്കരുത്, അതൊന്ന് പതഞ്ഞ് വരേ വേണ്ടൂ. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അത് നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ കറി നന്നായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വറുത്തിടാൻ നോക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആദ്യം 1 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് മൂത്തപ്പോൾ 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകും നല്ലോണം പൊട്ടിയപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചുവട്ടുക. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്